പാകിസ്ഥാന് നൽകിയ തിരിച്ചടി ചോദ്യം ചെയ്ത് CPM ഭീകരർ ഭാരതത്തിൽ ആക്രമണം നടത്തിയാൽ യുദ്ധപ്രഖ്യാപനമായി എങ്ങനെ വ്യാഖ്യാനിക്കാനാകുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി വിദേശത്തേക്ക് സർവകക്ഷി സംഘത്തെ അയച്ചതിലും അദ്ദേഹം വിമർശനം ഉന്നയിച്ചു. It's an atrocious position, unbecoming of a responsible country, to state that anything happens as a result of a group of terrorists somewhere in the country, we would deem it as an action by these terrorists incited and transported or organized by Pakistan. കൂടുതൽ വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, എത്രമാത്രം അപഹാസ്യമായ ഒരു പ്രസ്താവനയാണ് MA ബേബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്? ഭാരതത്തിന് നേരെ നടത്തിയ ഒരു ആക്രമണം, അത് ഭീകരർ നടത്തിയ ഒരു ആക്രമണമായാൽ അതിനെ എങ്ങനെ യുദ്ധപ്രഖ്യാപനമായി വ്യാഖ്യാനിക്കുമെന്നാണ് CPM ജനറൽ സെക്രട്ടറിയുടെ ചോദ്യം. രോഹിണി, ഭാരതത്തിൻ്റെ മണ്ണിൽ നടക്കുന്ന ഓരോ ഭീകരാക്രമണങ്ങളെയും, അതായത് പാകിസ്ഥാൻ ഇനി ഭീകരാക്രമണങ്ങൾക്ക് മുതിർന്നാൽ അതിനെ യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കുമെന്നാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇത് എങ്ങനെ സാധ്യമാകുമെന്നുള്ള ചോദ്യമാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബി ഉയർത്തുന്നത്. MA ബേബി ചോദിക്കുന്നത്, രാജ്യത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഭീകരാക്രമണം നടന്നാൽ അതിനെ പാകിസ്ഥാനിനെ എങ്ങനെ മുദ്രകുത്തി അത് രാജ്യത്തിനെതിരായിട്ടുള്ള യുദ്ധമായി കണക്കാക്കുമെന്നുള്ള ചോദ്യമാണ് MA ബേബി പ്രധാനമായും ഉയർത്തുന്നത്. ഇത്തരത്തിൽ ഏതെങ്കിലും ഭീകരരോ അല്ലെങ്കിൽ ഭീകര സംഘടനയോ അവർ സ്വമേധയാ വിചാരിച്ചാൽ പാകിസ്ഥാനെതിരെ ഭാരതം ആയുധമെടുക്കില്ലേ എന്നുള്ള ആശങ്കയാണ് പ്രധാനമായും MA ബേബി മുന്നോട്ട് വെക്കുന്നത്. ഒരു തരത്തിൽ നോക്കിയാൽ പാകിസ്ഥാൻ ഭരണാധികാരികൾ പോലും പ്രകടിപ്പിക്കാത്ത ആശങ്കയാണ് CPMൻ്റെ ജനറൽ സെക്രട്ടറി മുന്നോട്ട് വെക്കുന്നത്. അല്ലെങ്കിൽ CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ മീറ്റിങ്ങിൽ ചർച്ചയാക്കിയത് എന്നുള്ളതാണ് പ്രധാനമായും ഇതിൽ നോക്കിക്കാണേണ്ടത്. നമുക്കറിയാം, പലതരത്തിലും രാജ്യ താൽപ്പര്യങ്ങൾക്ക് പലതരത്തിലും വിരുദ്ധമായ നിലപാടുകൾ പലപ്പോഴും സ്വീകരിച്ച പാർട്ടിയാണ് CPM. അതേ CPM ആണ് ഇപ്പോൾ രാജ്യമൊന്നാകെ ഭീകരാക്രമണത്തെ ചെറുത്ത് തോൽപ്പിക്കുവാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾക്ക് എതിരെ നിലപാടെടുക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. MA ബേബിയുടെ ഈ വാക്കുകൾ വലിയ ചർച്ചകൾക്ക് വിധേയമാക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ രാജ്യം ഒരു നിലപാടെടുക്കുന്നു. ഭാരതത്തിൽ ഇനി അല്ലെങ്കിൽ പെഹൽഗാമിന് സമാനമായ ഭീകരാക്രമണം, ആ പെഹൽഗാം ഭീകരാക്രമണം അത് പാകിസ്ഥാൻ ഓർഗനൈസ്ഡ് ആണ് എന്നുള്ള കാര്യം വ്യക്തമായി തെളിഞ്ഞതാണ്. ഭാരതത്തിൻ്റെ വിവിധ അന്വേഷണ ഏജൻസികളും ഒപ്പം തന്നെ രഹസ്യാന്വേഷണ വിഭാഗവും അത് തെളിയിച്ചതാണ്. ലോകരാജ്യങ്ങൾക്കാകെ അതിൻ്റെ തെളിവുകൾ കൈമാറി. അപ്പോഴും CPM പറയുന്നത് ഇത്തരത്തിൽ സമാനമായ രീതിയിലുള്ള ഭീകരാക്രമണങ്ങൾ രാജ്യത്തുണ്ടായാൽ അത് എങ്ങനെ രാജ്യത്തിനെതിരെയുള്ള ആക്രമണമായി കണക്കാക്കുകയും അതിനെ യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കുകയും ചെയ്യുമെന്നുള്ളതാണ് പ്രധാനമായും CPM ഉയർത്തുന്ന ചോദ്യം. അതുതന്നെയാണ് CPMൻ്റെ കഴിഞ്ഞ ദിവസം നടന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഇത് ചർച്ചയായി. അതിനുശേഷം വിവരിക്കുവാൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് MA ബേബി ഈ ആശങ്കകൾ പങ്കുവച്ചത്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് ഭാരതത്തിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കാൻ, ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് വ്യക്തമാക്കുവാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് ഭാരതത്തിൻ്റെ പ്രതിനിധികളെ അയച്ചതിൽ വലിയ എതിർപ്പാണ് CPM മുന്നോട്ട് വെക്കുന്നത്. അതായത് പ്രതിനിധി സംഘത്തെ തിരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ടുള്ളതാണ് CPMൻ്റെ എതിർപ്പുകൾ. ഇത്തരത്തിൽ പ്രതിനിധി സംഘത്തെ തിരഞ്ഞെടുത്തപ്പോൾ പാർട്ടികളുമായി കൂടിയാലോചിച്ചില്ല എന്നുള്ള പരിഭവമാണ് CPM മുന്നോട്ട് വെക്കുന്നത്. സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ മറ്റ് വിദേശ രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ പാകിസ്ഥാൻ ഭാരതത്തെ ഏത് തരത്തിൽ ആക്രമിക്കാൻ കഴിയുമോ എന്ന് ചിന്തിച്ച് ആലോചിച്ചിരിക്കുന്ന പാകിസ്ഥാന് CPMൻ്റെ ഇത്തരം നിലപാടുകളൊക്കെ വളമാകും അല്ലെങ്കിൽ അവർ ആയുധമാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാര്യം ഈ CPMൻ്റെ ഈ നിലപാടുകൾ അല്ലെങ്കിൽ CPM ചിന്തിച്ച രീതിയിൽ പാകിസ്ഥാൻ പോലും ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് പോലും അത്തരം പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തുന്നുവെന്നും അതിനെതിരെ ഭാരതത്തിൽ തന്നെയുള്ള ഒരു പാർട്ടി അല്ലെങ്കിൽ CPM ഇത്തരമൊരു നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും അതിനെ രാജ്യവിരുദ്ധമെന്ന് വേണം വിലയിരുത്താൻ. ശരി നന്ദൻ, പാകിസ്ഥാന് നൽകിയ തിരിച്ചടി ചോദ്യം ചെയ്ത് CPM ഭീകരർ ഭാരതത്തിൽ ആക്രമണം നടത്തിയാൽ യുദ്ധപ്രഖ്യാപനമായി എങ്ങനെ വ്യാഖ്യാനിക്കാമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി ചോദിക്കുന്നു. നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.